ഞങ്ങൾക്കൊരു ഔട്ടിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞായറാഴ്ച വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മിഠായി വാങ്ങാണ്. ഋഷി എന്തൊക്കെയോ മിഠായി വാങ്ങുന്നു കേട്ടോ. ഞാൻ പിന്നെ കടല മിഠായിയാണ് വാങ്ങുക. വിശന്ന സമയത്ത് കടല മിഠായി തിന്നാലാണ് കേട്ടോ വിശപ്പ് മാറുക. ഋഷി വാങ്ങിയ മിഠായി ഞാൻ തിന്ന് നോക്കിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം എന്തൊക്കെ ടൈപ്പ് മിഠായികൾ ഉണ്ടല്ലേ. പണ്ടാണെങ്കിൽ ആകെ ഒരു 5-6 ഐറ്റം മിഠായി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇക്കാനോട് പറയുന്നു, എൻ്റെ കുട്ടികൾക്ക് നല്ല സുഖമാണ്, എന്താ വെച്ചാൽ ഒരു മിഠായി വേണമെന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഞാൻ കട കണ്ടാൽ നിർത്തി മിഠായി വാങ്ങിയിട്ടുണ്ടാവും. വിശപ്പുള്ള സമയത്തുള്ളൂ കേട്ടോ ഞാൻ മിഠായി വാങ്ങുക, അല്ലെങ്കിൽ എനിക്ക് മിഠായി ഒന്നും വേണ്ട. അപ്പം നമ്മൾ കയാക്കിലേക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഊണ് കഴിക്കാൻ വന്നപ്പോഴാണ് വിശന്ന ടൈമിൽ മിഠായിയൊക്കെ വാങ്ങി വിശപ്പ് മാറ്റേണ്ടത് കേട്ടോ. നമ്മൾ മാത്രമല്ല, ഇക്കാൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനും പിന്നെ കൂന്തളും പിന്നെ വലിയൊരു മീൻ കേട്ടോ, അതിൻ്റെ പേര് ഞാൻ മറന്നു, അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് മീനിനേക്കാളും ഇഷ്ടമായത് ഊണിൻ്റെ കൂടെ വിളമ്പിയ കറികളും കൂട്ടാനുകളും ആണ് കേട്ടോ. കുറേ കാലമായിട്ട് അതുപോലെ വിഭവസമൃദ്ധമായ ഒരു ഊണ് തിന്നിട്ട്, പക്ഷെ ചൂടായതുകൊണ്ട് ആർക്കും വല്ലാതെ കഴിക്കാൻ പറ്റിയില്ല.